വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UG കേബിൾ റിലേറ്റഡ് ആയിട്ടുള്ള MCQs ആണ്. അപ്പോൾ നമുക്ക് അണ്ടർഗ്രൗണ്ട് കേബിൾ നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് പോയതാണ്. എന്താണ് അണ്ടർഗ്രൗണ്ട് കേബിൾ, അതുപോലെ അണ്ടർഗ്രൗണ്ട് കേബിളിൻ്റെ ടൈപ്സ്, അതുപോലെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. Question number 1. The disadvantages in underground cable is. എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ ഡ്രോബാക്ക് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഫ്രീക്വൻറ്റ് ആർക്കിംഗ് ഗ്രൗണ്ട്, ഓപ്ഷൻ ബി ഡിഫിക്കൽട്ട് എർത്ത് ഫോൾട്ട് റിലേയിങ്, ഓപ്ഷൻ സി വോൾട്ടേജ് ഓസിലേഷൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചിരിക്കണം? ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കി പോകണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്, കാരണം എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിൻ്റെ ഡിസഡ്വാൻറ്റേജസ് കമ്പയർ ടു ഓവർ ഹെഡ് സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അണ്ടർഗ്രൗണ്ട് കേബിളിന് എന്തൊക്കെയാണ്? അണ്ടർ എർത്ത് സിസ്റ്റം എക്സ്പീരിയൻസ് റിപ്പീറ്റഡ് ആർക്കിംഗ് ഗ്രൗണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് സംഭവിക്കും? ആർക്കിംഗ് ഗ്രൗണ്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ്? ഇൻസുലേഷൻ ഫെയിലിയർ ഒക്കെ ഡ്യൂറിങ് എ സിംഗിൾ ഫേസ് ടു ഗ്രൗണ്ട് ഫോൾട്ട്, ഇൻസുലേഷൻ ഫെയിലിയർ ഒക്കെ അറിയാം. എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ ഫോർ ദ അണ്ടർ എർത്ത് സിസ്റ്റം ഈസ് ഡിഫിക്കൽട്ട് അല്ലേ. എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ അണ്ടർഗ്രൗണ്ടിലാണെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അതുപോലെ വോൾട്ടേജ് ഡ്യൂ ടു ലൈറ്റ്നിങ് സർച്ച് ഡസ് നോട്ട് ഫൈൻഡ് എ പാത്ത് ടു എർത്ത്. കോസ്റ്റ് ഓഫ് അണ്ടർഗ്രൗണ്ട് കേബിൾ ആർ ഹയർ. നമ്മുടെ ഓവർ ഹെഡിനെ കമ്പയർ ചെയ്യുമ്പോൾ അണ്ടർഗ്രൗണ്ടിൻ്റെ കോസ്റ്റ് എന്താണ്? കൂടുതലാണ്. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. അതുപോലെ ലേയിങ് ഓർ ബറിയിങ് കോസ്റ്റ് ഓഫ് അണ്ടർഗ്രൗണ്ട് ലൈൻസ് ആർ ഗ്രേറ്റർ കമ്പയർ ടു ഓവർ ഹെഡ് ലൈൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? അത് ലേ ചെയ്യുന്നതും ബറി ചെയ്യുന്നതിൻ്റെയൊക്കെ കോസ്റ്റ് വളരെ കൂടുതലാണ് അല്ലേ. അതുപോലെ ഇനീഷ്യൽ കോസ്റ്റ്, അത് കൂടാതെ ലെസ് ഫ്ലെക്സിബിൾ കമ്പയർ ടു ഓവർ ഹെഡ് ലൈൻസ്. ഓവർ ഹെഡ് ലൈൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലെക്സിബിൾ കുറവാണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് അണ്ടർഗ്രൗണ്ട് കേബിൾ സിസ്റ്റം കൂടുതലായിരിക്കും. അതുപോലെ കൂടാതെ അതിൻ്റെ ജോയിൻസ് ഉണ്ടാവുമല്ലോ, നമ്മൾ ജോയിൻ ചെയ്യുന്ന കോസ്റ്റ്, അതും കൂടുതലായിരിക്കും. അതൊക്കെ നമുക്കറിയാം അല്ലേ. അതുപോലെ എന്താണ്? ഇൻട്രൊഡ്യൂസ് ഇൻസുലേഷൻ പ്രോബ്ലം, അതായത് ഹൈ വോൾട്ട് കമ്പയർ വിത്ത് ഓവർ ഹെഡ് ലൈൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ ഇൻസുലേഷൻ അതുപോലെ റിപ്പയറിങ് ഒക്കെ എന്താണ്? വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവായിരിക്കും, ഫോൾട്ട് ഉണ്ടാവുന്നത് കുറവായിരിക്കും, അതുകൂടാതെ മാൻമെയ്ഡ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാൻ കുറവായിരിക്കും അല്ലേ നമ്മൾ അണ്ടർഗ്രൗണ്ട് ആവുമ്പോൾ. പിന്നെ ലെസ് ചാൻസ് ഓഫ് ഡാമേജ്, അതായത് ലൈറ്റ്നിങ്, തണ്ടറിങ്, സ്ട്രോംസ് അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ എന്താണ് അവിടെയുള്ള ഡാമേജ് ഒക്കെ, അങ്ങനെ ഉണ്ടാവുന്ന ഡാമേജ് ഒക്കെ കുറയും അല്ലേ. പിന്നെന്താണ്? ഓവർ ഹെഡ് ലൈൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പിയറൻസ് വളരെ, അതുപോലെ ഏരിയ, അതൊക്കെ എന്താണ്? കുറച്ച് മതി നമ്മുടെ എന്താണ് അണ്ടർഗ്രൗണ്ട് കേബിൾസിൻ്റെ കേസ് എടുക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലായിരിക്കും, കോസ്റ്റ് ഓഫ് ജോയിൻസ് കൂടുതലായിരിക്കും, അതുപോലെ ഇൻസുലേഷൻ പ്രോബ്ലം അല്ലേ, വോൾട്ടേജ് ഓവർ ഹെഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈ വോൾട്ടേജ് അതിനൊക്കെ പ്രോബ്ലംസ് ഒക്കെ കൂടുതലായിരിക്കും. പിന്നെ എന്താണ്? ലെസ് ഫ്ലെക്സിബിൾ ആയിരിക്കും ഓവർ ഹെഡ് ലൈൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്നൊക്കെ ഓർത്ത് വയ്ക്കണം. Next question number 2. Which of the following statement is wrong when underground cables are compared with overhead lines? താഴെ തന്നിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെൻറ്റ് ആണ് റോങ് ആയിട്ടുള്ളത്? നമ്മുടെ അണ്ടർഗ്രൗണ്ട് കേബിൾ കമ്പയർ ടു ഓവർഹെഡ് ലൈൻസ് നോക്കുമ്പോൾ. ഓപ്ഷൻ എ ദ കണ്ടക്ടർ ഇൻ ഓവർഹെഡ് ലൈൻസ് ആർ ലെസ് എക്സ്പെൻസീവ്. ഓപ്ഷൻ ബി ദ എറക്ഷൻ കോസ്റ്റ് ഓഫ് ഓവർഹെഡ് ലൈൻസ് ഈസ് മച്ച് ഹയർ. ഓപ്ഷൻ സി അണ്ടർഗ്രൗണ്ട് കേബിൾസ് ഗിവ് ഗ്രേറ്റർ സേഫ്റ്റി ടു ദ പബ്ലിക്. ഓപ്ഷൻ ഡി ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഓവർഹെഡ് ലൈൻസ് ആർ യൂസ്ഡ്. അപ്പോൾ ഏതാണ് റോങ് ആയിട്ട് വരുന്നത്? എറക്ഷൻ കോസ്റ്റ് ഓഫ് ഓവർ ഹെഡ് ലൈൻ ഈസ് മച്ച് ഹയർ. ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ദ എറക്ഷൻ കോസ്റ്റ് ഓഫ് ഓവർ ഹെഡ് ലൈൻ കൂടുതലായിരിക്കും. സോ അണ്ടർഗ്രൗണ്ട് കേബിൾ ഹാവ് മോർ ലെയർ ഓഫ് ഇൻസുലേഷൻ അല്ലേ, നമുക്കറിയുന്നതാണ്. അണ്ടർഗ്രൗണ്ട് കേബിൾസിന് എന്താണ്? ഇൻസുലേഷന് വേണ്ടിയിട്ട് മോർ ലെയർ, കുറേ ലെയേഴ്സ് ഉണ്ട്. നമ്മൾ കൺസ്ട്രക്ഷൻ നോക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതായത് ഇൻസുലേഷൻ ഉണ്ട്, കണ്ടക്ടർ ഉണ്ട്, ലെഡ് ഷീറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ബെഡിങ്, അതുപോലെ ആർമറിങ് ഒക്കെ ഇതിനകത്ത് വരുന്നത് തന്നെയാണ് അല്ലേ. സോ ഒരു അണ്ടർഗ്രൗണ്ട് കേബിൾസിന് എന്താണ്? മോർ ലെയർ ഓഫ് ഇൻസുലേഷൻ അല്ലേ, ഓവർ ദ കോർ ആൻഡ് ബറീഡ് ഇൻസൈഡ് ദ സോയിൽ. സോ അതിനെന്താണ്? ഗ്രേറ്റർ, അതെന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ദെർഫോർ പ്രൊവൈഡിങ് എന്താണ്? ഗ്രേറ്റർ സേഫ്റ്റി ആൻഡ് പബ്ലിക് ആസ് കമ്പയർ ടു ഓവർ ഹെഡ് ലൈൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? നല്ല സേഫ്റ്റി പ്രൊട്ടക്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എന്താണ്? അണ്ടർഗ്രൗണ്ട് കേബിൾസ് എന്താണ്? എക്സ്പെൻസീവ് ആണ് OHനെക്കാളിലും, അതായത് ഓവർ ഹെഡിനെക്കാളിലും എക്സ്പെൻസീവ് ആരാണ്? നമ്മുടെ അണ്ടർഗ്രൗണ്ട് ആണ്.
കൂടാതെ എന്താണ് ഓവർഹെഡ് ലൈൻ ഹാസ് ഹയർ വോൾട്ടേജ് ആൻഡ് കറന്റ് ക്യാരിങ് കപ്പാസിറ്റി. നമ്മളുടെ ഓവർഹെഡ് നമ്മൾ കാണുന്നതൊക്കെ എന്താണ് ഓവർഹെഡ് ആണ് അല്ലേ. അതിന് എന്തിൻ്റെ കേപ്പബിലിറ്റീൻ്റെ ഹയർ വോൾട്ടേജ് കറന്റ് ക്യാരിങ് കപ്പാസിറ്റി കൂടുതലാണ് കമ്പയർ ടു അണ്ടർഗ്രൗണ്ട് കേബിളിനെ. സോ ഓവർഹെഡ് ലൈൻസ് ആർ യൂസ്ഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഒക്കെ നമ്മൾ എന്താണ് ഓവർഹെഡ് ലൈൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ഷൻ ഹോസ്റ്റ് ഓഫ് ഓവർഹെഡ് ലൈൻ ഈസ് ലോവർ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡയറക്ഷൻ ഹോസ്റ്റ് ഓഫ് എന്താണ് ഓവർഹെഡ് ലൈൻ ഈസ് ലോവർ ദാൻ ആൻ അണ്ടർഗ്രൗണ്ട് കേബിൾസ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? റോങ് ആയിട്ട് വരുന്നത് ഡയറക്ഷൻ ഹോസ്റ്റ് ഓഫ് ഓവർഹെഡ് ലൈൻ ഈസ് മച്ച് ഹയർ എന്നാണ്. പക്ഷെ അതല്ല, എന്താണ് ലോവർ ആണ് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ മിസ്റ്റേക്ക്. അപ്പോൾ അതിൻ്റെ ഓരോന്നും അഡ്വാൻറ്റേജസ് നോക്കി വെക്കുക. അത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അണ്ടർഗ്രൗണ്ടിൻ്റെയും ഓവർഹെഡിൻ്റെയും കമ്പാരിസൺ വെച്ചിട്ട് പഠിച്ചാൽ തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. Question number 3. Which among the following cables are generally suited for the voltage up to 11 kV? അതായത് 11 kV ആ ഒരു റേഞ്ചിൽ യൂസ് ചെയ്യുന്നത് അല്ലേ. താഴെ തന്നിട്ടുള്ളതിൽ ഏത് ടൈപ്പ് ഓഫ് കേബിൾ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബെൽറ്റഡ് കേബിൾ, ഓപ്ഷൻ ബി സ്ക്രീൻഡ് കേബിൾ, ഓപ്ഷൻ സി പ്രഷർ കേബിൾ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏത് ടൈപ്പ് ഓഫ് കേബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക? ബെൽറ്റഡ് കേബിൾസ് ആണ്. ഏതാണ്? ബെൽറ്റഡ് കേബിൾസ് ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ബെൽറ്റഡ് കേബിൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് റേഞ്ച് വന്നിട്ട് അപ് ടു 11 kV ആണ്. സ്ക്രീൻഡ് കേബിൾ ആണെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് റേഞ്ച് വന്നിട്ട് എങ്ങനെയാണ്? 22 kV ടു 66 kV ആണ്. പ്രഷർ കേബിൾ ആണെങ്കിൽ അത് ബിയോണ്ട് 66 kV ആണ്. എത്രയാണ്? ബിയോണ്ട് 66 kV. അപ്പോൾ ഓരോ കേബിളിൻ്റെയും വോൾട്ടേജ് റേഞ്ച് വളരെ ഇമ്പോർട്ടൻറ്റ് നോക്കി വയ്ക്കുക. നോക്കി, ബെൽറ്റഡ് കേബിൾ ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് എന്താണ്? അപ് ടു 11 kV ആണ്. സ്ക്രീൻഡ് കേബിൾ ആണെങ്കിൽ 22 kV ടു 66 kV ആണ്. പ്രഷർ കേബിൾ ആണെങ്കിൽ അത് എത്രയാണ്? ബിയോണ്ട് 66 kV ആണ്. ഓർത്ത് വയ്ക്കുക. അതിന് റിലേറ്റഡ് ആയിട്ട് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. Question number 4. Cable used for underground service from 33 kV to 60 kV. ഏത് ടൈപ്പ് ഓഫ് കേബിൾ ആണ്? അതായത് അണ്ടർഗ്രൗണ്ട് കേബിളിൽ യൂസ് ചെയ്യുന്നതിൽ എന്താണ് അണ്ടർഗ്രൗണ്ട് സർവീസിൽ 33 kV ടു 60 kV റേഞ്ചിലുള്ളത് ഏത് ടൈപ്പ് ഓഫ് കേബിളിന് അണ്ടറിൽ വരുന്നതാണെന്നാണ്. ഓപ്ഷൻ എ എക്സ്ട്രാ ഹൈ ടെൻഷൻ കേബിൾ, ഓപ്ഷൻ ബി ഹൈ ടെൻഷൻ കേബിൾസ്, ഓപ്ഷൻ സി സൂപ്പർ ടെൻഷൻ കേബിൾ, ഓപ്ഷൻ ഡി എക്സ്ട്രാ സൂപ്പർ വോൾട്ടേജ് കേബിൾ. ഏതാണത്? എക്സ്ട്രാ ഹൈ ടെൻഷൻ കേബിൾ ആണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഏതാണ് വരുന്നത്? എക്സ്ട്രാ ഹൈ ടെൻഷൻ കേബിൾ ആണ്. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് കേബിളും അതിൻ്റെ വോൾട്ടേജ് ലെവൽ കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, ലോ ടെൻഷൻ കേബിൾ ആണെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് ലെവൽ റേഞ്ച് 0 to 1 kV ആണ്. ഓക്കെ, ഹൈ ടെൻഷൻ കേബിൾസ് ആണെങ്കിൽ വോൾട്ടേജ് ലെവൽ വന്നിട്ട് 1 to 11 kV ആണ്. സൂപ്പർ ടെൻഷൻ കേബിൾ ആണെങ്കിൽ 11 kV to 33 kV ആണ്. എക്സ്ട്രാ ഹൈ ടെൻഷൻ കേബിളിൻ്റെ റേഞ്ച് വന്നിട്ട് 33 to 66 kV ആണ്. എക്സ്ട്രാ സൂപ്പർ ടെൻഷൻ കേബിൾ ആണെങ്കിൽ അത് എബോ എത്ര തന്നെയാണ്? 66 kV ആൻഡ് എബോ ആണ് അല്ലേ. അപ്പോൾ നോക്കിയേ, 33 kV to 66 kV റേഞ്ച് ഏതാണ്? എക്സ്ട്രാ ഹൈ ടെൻഷൻ കേബിൾ ആണ്. കാണുന്നില്ലേ? അപ്പോൾ ഏതാണത്? എക്സ്ട്രാ ഹൈ ടെൻഷൻ കേബിളാണ്. ഓർത്ത് വെക്കണം കേട്ടോ. സൂപ്പർ ടെൻഷൻ ആണെങ്കിൽ അത് 11 to 33 ആണ്. ഹൈ ടെൻഷൻ ആണെങ്കിൽ 1 to 11 kV ആണ്. അപ്പോൾ ഓരോന്നിൻ്റെയും വോൾട്ടേജ് ലെവൽ നന്നായി നോക്കിയിട്ട് പോകണം. Question number 5. Sheets are used in underground cables too. ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിൽ നമ്മൾ ഷീറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്ത് പ്രൊവൈഡ് ചെയ്യാനാണ്? നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ ഓരോന്ന് പഠിച്ചു അല്ലേ. ആർമറിങ്, ബെഡിങ്, അങ്ങനെയുള്ള ഓരോ പാർട്സുകളും നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ യൂസ് ചെയ്യുന്ന ഷീറ്റ് അല്ലെങ്കിൽ ലെഡ് ഷീറ്റ് എന്നും പറയും കേട്ടോ. ലെഡ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിനകത്ത് ഷീറ്റ്സ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ പ്രൊവൈഡ് പ്രോപ്പർ ഇൻസുലേഷൻ, ഓപ്ഷൻ ബി പ്രൊവൈഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത്, ഓപ്ഷൻ സി പ്രൊട്ടക്ട് ദ കേബിൾ ഫ്രം മോയിസ്ചർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു അണ്ടർഗ്രൗണ്ട് കേബിളിനകത്ത് ഷീറ്റ്സ് യൂസ് ചെയ്യുന്നത്? പ്രൊവൈഡ് ദ കേബിൾ ഫ്രം മോയിസ്ചർ എന്നല്ല, പ്രൊട്ടക്ട് ദ കേബിൾ ഫ്രം എന്തിനു വേണ്ടിയിട്ടാണ്? മോയിസ്ചർ എന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഷീറ്റ് ഏതാണ്? ലെഡ് ഷീറ്റ് ആണ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെഡ് ഷീറ്റ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേബിളിൻ്റെ മോയിസ്ചർ, അതുപോലെ ഗ്യാസസ് അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ്സ്, അതായത് ആസിഡ്സ്, ആൽക്കലൈൻസ് അല്ലേ, അതുപോലെ സോയിൽ ആൻഡ് അറ്റ്മോസ്ഫിയറിക് എ മെറ്റൽ ഷീറ്റ് ഓർ ലെഡ് ഓർ അലുമിനിയം ഈസ് പ്രൊവൈഡ് ഓവർ ദ ഇൻസുലേഷൻ. അപ്പോൾ എന്തിനൊക്കെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്? മോയിസ്ചറിന് പ്രൊവൈഡ് ചെയ്യും, ഗ്യാസസിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജിങ് ലിക്വിഡ് ലൈക്ക് ആസിഡ്സ് അല്ലെങ്കിൽ ആൽക്കലൈസ് ഇൻ ദ സോയിൽ ആൻഡ് അറ്റ്മോസ്ഫിയറിക് എ മെറ്റൽ ഷീറ്റ് ഓഫ് ലെഡ് ഷീറ്റ് ഓർ അലുമിനിയം ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് ടൈപ്പ് ഓഫ് ഷീറ്റ് ആണെന്ന് കൂടി നോക്കണം. ഒന്നുമില്ലെങ്കിൽ ഏതാണ്? മെറ്റാലിക് ഷീറ്റ് ആയിരിക്കും, ലെഡ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അലുമിനിയം മെറ്റീരിയൽ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത് കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഷീറ്റ്സ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്ന് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ മെയിനായിട്ട് എന്താണ്? ലെഡ് ഷീറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് എന്താണ്? അലുമിനിയവും അതുപോലെ
എന്താണ് മെറ്റാലിക് ഷീറ്റ്സും യൂസ് ചെയ്യുന്നത്. മെറ്റാലിക് ഷീറ്റ് ഓഫ് ലെഡ് അല്ലെങ്കിൽ അലുമിനിയം ആണ് സാധാരണ യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ വർക്ക് എന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചറിന് പ്രൊട്ടക്റ്റ് ചെയ്യുക, ഗ്യാസസ് എന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക നമ്മുടെ എന്താണ് കേബിൾസിനെ. Question number 6. In cable, the thickness of the layer of insulation on the conductor depend upon. അല്ലേ, എന്താണ് കേബിളിൽ തിക്നെസ് ഓഫ് ലെയർ ഓഫ് ഇൻസുലേഷൻ ഓൺ ദ കണ്ടക്ടർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഓപ്ഷൻ എ കറണ്ട് കപ്പാസിറ്റി, ഓപ്ഷൻ ബി വോൾട്ടേജ്, ഓപ്ഷൻ സി പവർ ഫാക്ടർ, ഓപ്ഷൻ ഡി റിയാക്റ്റീവ് പവർ. എന്തിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? വോൾട്ടേജ് എന്നാണ് അത് പ്രൊട്ടക്ട് ചെയ്യുന്നത് കേട്ടോ. എന്തിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? വോൾട്ടേജ്. അപ്പോൾ തിക്നെസ് ഓഫ് എ ഇൻസുലേഷൻ ലൈൻ ഓൺ എ കണ്ടക്ടർ ഇൻ കേബിൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വോൾട്ടേജിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൂടാതെ insulation absorb the voltage gradient. Also insulation is made such a material so it can dissipate the heat generation in the conductor inside. ആ കണ്ടക്ടറിന്റെ ഇൻസൈഡിലുള്ള ഹീറ്റ് ജനറേറ്ററിനെ എന്ത് ചെയ്യും? ഡിസിപ്പേറ്റ് ചെയ്യും. സോ ഈ കണ്ടക്ടറിൻ്റെ തിക്നെസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കറണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ പ്രൊപ്പോർഷണൽ തിക്നെസ് ഓഫ് എ കണ്ടക്ടർ അലോ ഒപ്റ്റിമൽ ഹീറ്റിംഗ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഹീറ്റ് ജനറേറ്റിംഗ് ഡിസിപ്പിറ്റേറ്റ് ത്രൂ ദ ഇൻസുലേഷൻ ആൾദോ ദിസ് ഈസ് വെരി സ്മാൾ. അപ്പോൾ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? തിക്നെസ് ഓഫ് എ ലെയർ ഓഫ് ഇൻസുലേഷൻ ഓൺ എ കണ്ടക്ടർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വോൾട്ടേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. Question number 7. What is the range of operating voltage of high tension cable? നമ്മൾ ലാസ്റ്റ് കണ്ടുല്ലേ ഒരു ഡയഗ്രാം ഗ്രാഫ് ലെവൽ ഓഫ് വോൾട്ടേജ് ലെവലും ടൈപ്സ് ഓഫ് കേബിൾസും. അപ്പോൾ നോക്കിയാൽ ഹൈ ടെൻഷൻ കേബിളിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ലെവൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എബോവ് 33 kV, ഓപ്ഷൻ ബി 12 to 20 kV, ഓപ്ഷൻ സി 21 to 33 kV, ഓപ്ഷൻ ഡി 1 to 11 kV. അപ്പോൾ നമുക്കറിയാം ലോ ടെൻഷൻ കേബിളിൻ്റെ റേഞ്ച് വന്നിട്ട് എത്രയാണ്? 0 to 1 kV ആണ്. ഹൈ ടെൻഷൻ കേബിൾ ആണെങ്കിൽ അത് എത്രയാണ്? 1 to 11 kV ആണ്. ദെൻ സൂപ്പർ ടെൻഷൻ കേബിൾ ആണെങ്കിൽ അത് 11 to 33 kV ആണ്. എക്സ്ട്രാ ഹൈ ടെൻഷൻ ആണെങ്കിൽ 33 to 66 kV ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ എക്സ്ട്രാ സൂപ്പർ ടെൻഷൻ ആണെങ്കിൽ അത് എത്രയാണ്? കേബിൾ എബോവ് 66 kV ഒക്കെയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ വോൾട്ടേജ് ലെവൽ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ കേബിളിൻ്റെയും. അപ്പോൾ നമ്മളുടെ റേഞ്ച് ഓഫ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഓഫ് ഹൈ ടെൻഷൻ കേബിൾ എന്ന് പറയുന്നത് എത്രയാണ്? എത്രയായിരിക്കും? 1 to 11 kV ആണ്. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. 1 to 11 kV ആണ്. ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഓരോ പോയിന്റുകളും കേട്ടോ. ഓരോ കേബിളിൻ്റെ ടൈപ്സും നോക്കുക, ലോ ടെൻഷൻ, ഹൈ ടെൻഷൻ, അതിൻ്റെ വോൾട്ടേജ് ലെവലും നോക്കി പഠിക്കണം. അതിൽ നിന്ന് എന്താണ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. Question number 8. In a cable, dash is provided immediately above metallic sheet. നമ്മൾ കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കേബിളിൻ്റെ ടൈപ്പ് എന്തൊക്കെയാണ്? കണ്ടക്ടർ ഉണ്ടാവും, ഇൻസുലേഷൻ ഉണ്ട്, ലെഡ് ഷീറ്റ് ഉണ്ട്, ബെഡിങ്, ആർമറിങ്, സെർവിങ് ഒക്കെ അതിനകത്ത് വരുന്നത് തന്നെയാണ്. അപ്പോൾ ഒരു കേബിൾ എടുക്കുമ്പോൾ മെറ്റാലിക് ഷീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ആരാണ്? അല്ലെങ്കിൽ ലെഡ് ഷീറ്റ്, മെറ്റാലിക് ഷീറ്റ് ഓഫ് ലെഡ് അല്ലെങ്കിൽ എന്താണ് അലുമിനിയം ആണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ലെഡ് ഷീറ്റ് കഴിഞ്ഞാൽ അടുത്ത ആൾ ആരാണ് വരുന്നിട്ടിരിക്കുന്നത്? നോക്കിയ ഡയഗ്രാമിൽ നോക്കിയ ലെഡ് ഷീറ്റ് കഴിഞ്ഞതും അടുത്ത ആൾക്കാരാണ് നമ്മുടെ ബെഡ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നന്നായി നോക്കി പോകണം. കാരണം ഇതിന്ന് അടുത്ത ചിലപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 തരും. അതായത് പേപ്പർ, ഇൻസുലേഷൻ, കണ്ടക്ടർ അതിനെ അറേഞ്ച് ചെയ്ത് എഴുതുക. അതായത് കൺസ്ട്രക്ഷൻ ഓഫ് കേബിളിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന രീതിയിൽ നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം കണ്ടക്ടർ വരും, പിന്നെ എന്താണ് ഇൻസുലേഷൻ വരും, ഇൻസുലേഷൻ കഴിഞ്ഞാൽ ലെഡ് ഷീറ്റ് വരും, പിന്നെ ബെഡിങ് വരും, ആർമറിങ് വരും, സെർവിങ് വരും അല്ലേ. ആ ഇത് നന്നായി നോക്കി പോകണം, കാരണം അതിന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഡയഗ്രാം വരയ്ക്കുക, ആരൊക്കെയാണ് വരുന്നത് നന്നായി നോക്കി പോവുക. അപ്പോൾ ഇതിലെന്താ ചോദിച്ചത്? മെറ്റാലിക് ഷീറ്റ് കഴിഞ്ഞാൽ അടുത്ത ആരാണ്, അല്ലെങ്കിൽ ലെഡ് ഷീറ്റ് കഴിഞ്ഞാൽ അടുത്തത് ആരാണ് വരുന്നത്? ബെഡിങ് ആണ് അല്ലേ. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതായത് എർത്ത് കണക്ഷൻ ആണോ, ബെഡിങ് ആണോ, ആർമറിങ് ആണോ, നൺ ഓഫ് ദിസ് ഏതാണ്? നമുക്ക് ബെഡിങ് ആണ് വരുന്നത് അല്ലേ. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ബെഡിങ് ആണ് വരുന്നത്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാം ബെഡിങ് കഴിഞ്ഞാൽ അടുത്ത ആരാണ് വരുന്നത്? എബോവ് അല്ലേ. ഇമീഡിയറ്റ്ലി എബോവ് ബെഡിങ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ആർമറിങ് ആണ്. ആർമറിങ് കഴിഞ്ഞ് വരുന്ന ആരാണ്? സെർവിങ് ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ഏരിയയിൽ നിന്നും കണ്ടുവരാറുണ്ട്. Question number 9. The insulating material for cable should have following properties. എന്തൊക്കെയാണ് നമ്മുടെ കേബിളിൻ്റെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് റിക്വയർമെൻറ്റ് ആവശ്യമാണ്? ഓപ്ഷൻ എ ഹൈ റെസിസ്റ്റിവിറ്റി, ഓപ്ഷൻ ബി ഹൈ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്, ഓപ്ഷൻ സി ലോ പെർമിറ്റിവിറ്റി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഏതാണ് ആൾ ഓഫ് ദീസ്? എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഒരു കേബിളിന് എന്തൊക്കെയാണ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. അതായത് അതിന് എന്ത് വേണം? ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈ റെസിസ്റ്റിവിറ്റി റിക്വയർമെൻറ്റ് ആവശ്യമാണ്, ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആവശ്യമാണ്, ലോ പെർമിറ്റിവിറ്റി വേണം, ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആവശ്യമാണ് അല്ലേ. മെക്കാനിക്കൽ സ്ട്രെങ്ത് വേണം.
അതുപോലെ ഹൈ ഹൈഗ്രോസ്കോപ്പിക് ദാറ്റ് ഷുഡ് നോട്ട് അബ്സോർബ് മോയിസ്ചർ ഫ്രം എയർ ഓർ സോയിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിന് എന്താണ് നോൺ ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറയുന്നത്. അതായത് അബ്സോർബ് ചെയ്യരുത്, സോയിൽ നിന്നോ എയറിനോ എന്താണ് അതിൻ്റെ മോയിസ്ചർ അബ്സോർബ് ചെയ്യരുത്. അതുപോലെ നോൺ ഇൻഫ്ലൈമബിൾ, ഹൈ ഫ്ലെക്സിബിലിറ്റി ആവണം. അൺഎഫക്റ്റഡ് ബൈ ആസിഡ്സ് ആൻഡ് ആൽക്കലീൻസ്, ദ ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽ ഷുഡ് നോട്ട് ബി എഫക്റ്റഡ് ബൈ ദ ടെമ്പറേച്ചർ, ലോ കോസ്റ്റ്. ഇത്രയും പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കി പോകണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ പ്രോപ്പർട്ടീസും. അപ്പോൾ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ, കേബിളിൻ്റെ എന്താണ് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് വേണ്ട പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈ റെസിസ്റ്റിവിറ്റി വേണം, ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് വേണം, ലോ പെർമിറ്റിവിറ്റി വേണം, ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്, അതുപോലെ നോൺ ഹൈഗ്രോസ്കോപ്പിക് ആയിരിക്കണം, നോൺ ഇൻഫ്ലൈമബിൾ ആയിരിക്കണം, ഹൈ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതുകൂടാതെ എന്താണ് അൺഎഫക്റ്റഡ് ബൈ ആസിഡ്സ് ആൻഡ് ആൽക്കലീൻസ്, അതിൽ എന്താണ് എഫക്റ്റ് ചെയ്യരുത്, ആസിഡ്സോ ആൽക്കലീൻസിലോ വെച്ച് അത് എഫക്റ്റ് ചെയ്യരുത്. Then electrical and chemical properties of the material should not be affected by the temperature ആണ്, low cost ആണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് വേണം, ഇതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നമ്മുടെ ഇതിൻ്റെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ കേബിൾസിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 10. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വാലിഡ് ഗ്രേഡ് ഫോർ വിച്ച് ഇലക്ട്രിക്കൽ കേബിൾസ് ആർ കോമൺലി മാനുഫാക്ചർ? അതായത് എന്താണ് ചോദിച്ചിട്ടുള്ളത്, താഴെ തന്നിട്ടുള്ളത് വാലിഡ് ഗ്രേഡ് ഫോർ ഇലക്ട്രിക്കൽ കേബിൾസ് ആർ കോമൺലി അതായത് എങ്ങനെയാണ് അത്, അതിൻ്റെ ഒരു ഗ്രേഡ് ഉണ്ടാവും ഓരോന്നിനും. അതായത് ഡൊമസ്റ്റിക് ആണെങ്കിൽ, അതുപോലെ എർത്തഡ് സിസ്റ്റം, അൺഎർത്തഡ് സിസ്റ്റത്തിനൊക്കെ ഒരു പർട്ടിക്കുലർ വാലിഡ് ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ടാവും. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 230/400 വോൾട്ട്, ഓപ്ഷൻ ബി 100/200 വോൾട്ട്, ഓപ്ഷൻ സി 270/300 വോൾട്ട്, ഓപ്ഷൻ ഡി 50/100 വോൾട്ട്. അപ്പോൾ സാധാരണ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, കൊമേഴ്ഷ്യലി മാനുഫാക്ചർഡ് ആണ് ചോദിച്ചിട്ടുള്ളത്, വാലിഡ് ആയിട്ടുള്ളത്. അതായത് 230/400 വോൾട്ട് ആ ഒരു ഡൊമസ്റ്റിക്കിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കി, എർത്തഡ് സിസ്റ്റം ആണെങ്കിൽ 1.9 ഓരോന്നിൻ്റെയും, അതായത് എർത്തഡ് സിസ്റ്റം ഡിഫറെൻറ്റ് ടൈപ്സും ലെവലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഡൊമസ്റ്റിക് പർപ്പസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ അത് എത്രയാണ്, 230/400 വോൾട്ട് ആ ഒരു റേഞ്ച് ആണെന്ന് അറിഞ്ഞിരിക്കുക, നമ്മൾ സാധാരണ കോമൺ ആയിട്ടുള്ളത്. Question number 11. The minimum dielectric strength in a cable is at. ഏതാണ്, എന്താണ് ചോദിച്ചിട്ടുള്ളത്, കേബിളിൻ്റെ മിനിമം ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എവിടെയാണ്? അതായത് ഓപ്ഷൻ എ ആർമർ, ഓപ്ഷൻ ബി ബെഡിങ്, ഓപ്ഷൻ സി കണ്ടക്ടർ സർഫസ്, ഓപ്ഷൻ ഡി ലെഡ് ഷീറ്റ്. ഇതിനകത്താണ് മിനിമം ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചോദിച്ചിട്ടുള്ളത്, മിനിമം ഡൈഇലക്ട്രിക് സ്ട്രെസ് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് തന്നെയാണ്, നമ്മുടെ ആർമറിൻ്റെ അകത്താണ് കേട്ടോ. അതായത് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഈസ് മോർ ഓൺ ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ മിനിമം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കൂടുതൽ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്, കണ്ടക്ടറിലാണ്. എവിടെയാണ്, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഈസ് മോർ ഓൺ ദ എവിടെയാണ്, സർഫസ് ഓഫ് ദി കണ്ടക്ടർ ആണ്. ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ ഇൻക്രീസ്, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും, കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ ആർമർ ആൻഡ് സെർവിങ് ആർ ഫാർ അവേ ഫ്രം ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. കണ്ടക്ടറിന് ദൂരെയാണ് എന്ത്, നമ്മുടെ ഈ ആർമറിങ് സെർവിങ് ഒക്കെ. അപ്പോൾ എന്താണ്, കുറയും, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ മിനിമം ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർമറിങ്ങിലാണ്, മാക്സിമം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് തന്നെയാണ്, നമ്മുടെ കണ്ടക്ടറിൻ്റെ സർഫസ് ആണ്. ഓക്കെ, ആർമറിങ് എവിടെയാണ് നമുക്കറിയാം അല്ലേ, കൺസ്ട്രക്ഷൻ പഠിച്ചപ്പോൾ ബെഡിങ്ങിൻ്റെ അടുത്താണ് അല്ലേ. ആർമറിങ് ഇസ് പ്രൊവൈഡ് വിത്ത് കൺസിസ്റ്റിംഗ് ഓഫ് 1 or 2 ലെയർ ഓഫ് ഗാൽവനൈസ്ഡ് സ്റ്റീൽ വയർ ഓർ സ്റ്റീൽ ടൈപ്പ് ആണ്. അതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്, പ്രൊട്ടക്ട് ദ കേബിൾ ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറീസ് എന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതാണ് അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ, നമ്മുടെ കൺസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ വൈസ് എല്ലാം ഓരോ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. Question number 12. The electrostatic stress in underground cable is. എങ്ങനെയാണ് അണ്ടർഗ്രൗണ്ട് കേബിളിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ്സിന് എന്താണ് ചോദിക്കാം. ഓപ്ഷൻ എ എന്താണ്, സെയിം അറ്റ് ദ കണ്ടക്ടർ ആൻഡ് ദ ഷീറ്റ്. ഓപ്ഷൻ ബി മിനിമം അറ്റ് ദ കണ്ടക്ടർ ആൻഡ് മാക്സിമം ഓൺ ദ ഷീറ്റ്. ഓപ്ഷൻ സി മാക്സിമം അറ്റ് ദ കണ്ടക്ടർ സർഫസ് ആൻഡ് മിനിമം അറ്റ് ദ ഷീറ്റ്. ഓപ്ഷൻ ഡി 0 അറ്റ് ദ കണ്ടക്ടർ as well as the sheet. അപ്പോൾ അത് ഏതാണ് വരുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ്സിന് എന്താണ് സംഭവിക്കുന്നത്, അതായത് ഒരു കേബിൾ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് നോട്ട് യൂണിഫോംലി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് അതിൻ്റെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഇങ്ങനെയായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ കേബിൾ ആയിരിക്കും. അപ്പോൾ എന്താണ്, മാക്സിമം ആയിരിക്കും സർഫസ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഓൺ ഡിക്രീസിങ് അണ്ടിൽ ബിക്കെയിം മിനിമം അറ്റ് ദ സർഫസ് ഓഫ് ദ ഷീറ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് ഇൻ എ ഡൈഇലക്ട്രിക് കേബിൾ എത്താണ്, മാക്സിമം അറ്റ് ദ സർഫസ് ഓഫ് ദി കണ്ടക്ടർ ആണ്, മിനിമം അറ്റ് ദ സർഫസ് ഓഫ് ദ ഷീറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ?
ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ്, ഒരു ഡൈഇലക്ട്രിക് ഓഫ് എ കേബിളിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം അറ്റ് ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ ആയിരിക്കും, മിനിമം മാക്സിമം കണ്ടക്ടറിൻ്റെ സർഫസിൽ അത് മാക്സിമം ആയിരിക്കും, മിനിമം എവിടെയാണ്? സർഫസ് ഓഫ് ദ ഷീറ്റാണ്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ നമ്മളുടെ? അപ്പോൾ എല്ലാം പഠിക്കണം. അതായത് ഒരു അണ്ടർഗ്രൗണ്ട് കേബിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ് നോക്കുക, കൺസ്ട്രക്ഷൻ വേസ് നോക്കുക, ടൈപ്സ് നോക്കുക, വോൾട്ടേജ് ലെവൽ നോക്കുക. അങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ഭാഗവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിൻ്റെയും നന്നായി നോക്കി പോവുക, നന്നായി പഠിക്കുക തന്നെ വേണം ഈ ഒരു ഏരിയയിൽ നിന്ന്. കാരണം എന്താണ്, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം കൂടിയാണ് എന്താണ് അണ്ടർഗ്രൗണ്ട് കേബിൾ എന്ന് പറയുന്നത്. അതുപോലെ സബ്സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി പോകേണ്ട ഭാഗങ്ങളാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.